പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആറാട്ട് മണ്ഡപത്തിൽ ആചാര ലംഘനം നടന്നു. ആറാട്ട് മണ്ഡപം കുടുംബശ്രീ മിഷന്റെ പരിപാടിക്കായി പാചകത്തിന് ഉപയോഗിച്ചു. മാംസാഹാരങ്ങൾ ഉൾപ്പെടെ ആറാട്ട് മണ്ഡപത്തിൽ പാകം ചെയ്തു. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, കഴിഞ്ഞ ഒരു മണിക്കൂറിൽ നമ്മൾ വിശദമായി പരിശോധിച്ചതാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ആചാര ലംഘനമാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. നഗരസഭയുടെ അനുമതിയോടുകൂടിയാണ് അതവിടെ നടന്നിരിക്കുന്നത്. കാരണം കുടുംബശ്രീ മിഷന്റെ ഭാഗമായി നടക്കുന്ന പരിപാടി ആയതിനാൽ തന്നെ ആറാട്ട് മണ്ഡപത്തിൽ വെച്ച് പാകം ചെയ്യണമെങ്കിൽ കൃത്യമായ അനുമതിയില്ലാതെ അത് ചെയ്യാൻ സാധിക്കില്ല. മാംസാഹാരങ്ങൾ ഉൾപ്പെടെ അവിടെ പാകം ചെയ്യും എന്ന് നഗരസഭയ്ക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്ന് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ലല്ലോ. നഗരസഭയുടെ അറിവോടുകൂടി നടന്നൊരു ആചാര ലംഘനം തന്നെയല്ലേ ഇത്? തീർച്ചയായും ഈ കുടുംബശ്രീ മിഷന്റെ പരിപാടിയാണ്, മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പരിപാടിയാണ്. ഇവർ ഈ നഗരസഭയ്ക്കും കുടുംബശ്രീ മിഷനും ശുചിത്വ മിഷനും എല്ലാം സംയുക്തമായാണ് ഈ പരിപാടിയിലുള്ളത്. ഇവർക്കെല്ലാം അറിയേണ്ട കാര്യമാണ് ഇത്തരത്തിൽ ഈ അനുമതി നൽകുന്ന സമയത്തടക്കം. അതായത് ഈ ശംഖുമുഖം കേന്ദ്രീകരിച്ച് ഏതൊരു പരിപാടി സംഘടിപ്പിച്ചാലും ആ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആറാട്ട് മണ്ഡപത്തിനോ അല്ലെങ്കിൽ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് യാതൊരു കോട്ടവും തട്ടാതെ പരിപാടി സംഘടിപ്പിക്കണം എന്ന് അറിയാവുന്നവരാണ്. അതുകൊണ്ട് അപ്പോൾ നേരത്തെ തന്നെ നമുക്കറിയാം പല ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴും അങ്ങനെയാണ് നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ടാണ് ഇത്തരം സംഭവങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നതെന്നാണ് ഇപ്പോൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പത്മനാഭപുരം കൊട്ടാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രതിനിധി നമ്മളോട് പറഞ്ഞത്. അതായത് ഏറ്റവും ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഇത് നടന്നു വന്നു എന്നതാണ് ഇതിന് ഏറ്റവും വലിയ ഗൗരവം. നമ്മൾ ആദ്യം ഇവിടേക്ക് എത്തുമ്പോൾ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആറാട്ടുകടവിലേക്ക് എത്തുന്നത്. ആ ആറാട്ടുകടവിൽ എത്തിയപ്പോഴാണ് മനസ്സിലാകുന്നത് കഴിഞ്ഞ 3 ദിവസമായി ഈ പരിപാടി ഇവിടെ നടക്കുകയാണ്. ഇവിടെയാണ് ഇറച്ചിയും മത്സ്യമാംസാദികളെല്ലാം പാചകം ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് ഏറ്റവും ഗൗരവമായി കാണേണ്ട വിഷയമാണ്. കാരണം ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ അത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം ഇതിൻ്റെ പ്രസക്തി എന്താണ്, പ്രശസ്തി എന്താണെന്നും. അപ്പോൾ അതായത് ഈ മണ്ഡപത്തിൻ്റെ അടക്കം മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും നടത്താത്തതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ആ പരിപാവനത കളങ്കപ്പെടാതെ നിൽക്കണമെന്നത് കൊണ്ട് തന്നെയാണ് ആ പഴയ സ്ഥിതിയിൽ തന്നെ നിലനിർത്തിയിരിക്കുന്നത് ഇപ്പോഴും. ഇത് ഈ ആറാട്ട് മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് കടലിനോട് ചേർന്നാണ്. 20 മീറ്റർ ദൂരം പോലും പിന്നീട് കടലിലേക്ക് ഇറങ്ങാനില്ല. അതായത് ഭഗവാനെ ആറാടിച്ചു കൊണ്ടുവന്ന് ഇരുത്തുന്നതും ഇവിടെ ഇരുത്തിയിട്ടാണ് പിന്നീട് ആരാധിക്കുന്നതും ആറാടിക്കാൻ ഇറക്കുന്നതും അടക്കമുള്ള ചടങ്ങുകൾ നടക്കുന്നത്. മാത്രമല്ല അതിനുശേഷം ഈ ഓരോ വിഗ്രഹങ്ങളും ഇവിടേക്ക് കൊണ്ടുവരികയും അതിന് കൊണ്ടുവന്നതിന് ശേഷം മറ്റ് പൂജാവിധി പ്രകാരമുള്ള ആചാരവിധി പ്രകാരമുള്ള ചടങ്ങുകൾക്കെല്ലാം നടക്കുന്നത് ഇവിടെയാണ്. ആയിരങ്ങൾ ഇവിടെ വന്നത് കണ്ട് ദർശനം നടത്തിപ്പോകുന്ന സ്ഥലം കൂടിയാണ്. എന്നിരിക്കെയാണ് ഇത്തരത്തിലുള്ളൊരു ലംഘനം അല്ലെങ്കിൽ ഒരു ആചാര ലംഘനം ഉണ്ടായിരിക്കുന്നത്. ഇത് തികച്ചും അനാസ്ഥയാണ്. സർക്കാരിൻ്റെയും അതുപോലെ തന്നെ നഗരസഭയുടെയും കുടുംബശ്രീ മിഷന്റെയും ശുചിത്വ മിഷനും ഇവർക്കെല്ലാം ഇതിലൊരു തുല്യ കൂട്ടുത്തരവാദിത്തമുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും വലിയ രീതിയിൽ ഇപ്പോൾ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്, വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോഴും ഈ പ്ലേറ്റും ഗ്ലാസും അടക്കമുള്ള സാധനങ്ങൾ അത് മാറ്റുന്നതിനേക്കുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് ഇവിടെ പാചകം ചെയ്യുന്നതിനുള്ള സ്ഥലങ്ങൾ കൂട്ടിയിട്ടിരുന്നത്. ഗ്യാസ് അടക്കം ഇവിടെ നിലവിലുമുണ്ട്. ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഇത് തുടക്കത്തിൽ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് പോലും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇവരോട് ഇത് മാറ്റണമെന്നൊരാവശ്യം ഉന്നയിക്കാതിരുന്നത് തന്നെ മാറ്റണം എന്നൊരാവശ്യം ഉന്നയിച്ചില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. വലിയ ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയമാണ്. എന്നാൽ അത് അധികൃതരുടെ ഭാഗത്തു നിന്നും വലിയ ഇതിൽ തെറ്റ് സംഭവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് പിഴവ് സംഭവിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരം ആചാരലംഘനം ഈ ശംഖുമുഖത്ത് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഇവിടേക്ക് എത്തുമ്പോൾ ശംഖുമുഖം പോലീസ് ഇവിടെ ഉണ്ടായിരുന്നു. അവർ ഈ കുടുംബശ്രീ മിഷന്റെ പ്രവർത്തകരോട്, അമ്മമാരോട് ഇവിടെ നിന്നും ഈ സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആവശ്യപ്പെട്ടതിന് ശേഷമാണ് അവർക്കും മനസ്സിലാകുന്നത്. കാരണം അവർ പല സ്ഥലങ്ങളിൽ നിന്നും എത്തുന്നവരാണ്. തൃശ്ശൂർ മുതൽ അങ്ങോട്ട് വടക്കൻ ജില്ലകളിൽ നിന്നാണ് ഏറിയ പങ്കും ആളുകൾ എത്തിയതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർക്ക് ഈ മണ്ഡപത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാകണമെന്നില്ല, മണ്ഡപത്തിൻ്റെ ഐതിഹ്യം മനസ്സിലാകണമെന്നില്ല, ചരിത്രം മനസ്സിലാകണമെന്നില്ല. അവർ കേവലം ഇതൊരു
ഇരിക്കുവാൻ വേണ്ടി, ആളുകൾക്ക് കാറ്റ് കൊള്ളാൻ ഇരിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ കടൽക്കാറ്റ് കൊള്ളുവാൻ ഇരിക്കാൻ വേണ്ടിയുള്ള സ്ഥലമായിട്ട് വേണം ചിന്തിച്ചിരുന്നത്. അതുകൊണ്ടാവാം ഇവിടെ പാചകം ചെയ്തത്. മറ്റൊരു ചേച്ചിയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ആ ചേച്ചി നമ്മളോട് പറഞ്ഞു, ഇത്രയും പ്രാധാന്യമുള്ളൊരു സ്ഥലമാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ആരും ഞങ്ങളോടത് പറഞ്ഞു തന്നില്ല, ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ വിഷമമുണ്ടാകുന്നു, ഇവിടെ പാചകം ചെയ്തതിൽ വലിയ സങ്കടമുണ്ട്. കാരണം ഇതിൻ്റെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പത്മനാഭസ്വാമിയുടെ ആറാട്ട് കടവാണെന്ന കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. എന്നാൽ ഇത് വലിയ വിഷമമാണ് ഞങ്ങൾക്കുണ്ടായത്, മാനസിക വിഷമം ഉണ്ടാക്കിയെന്നൊരു ചേച്ചി ഇപ്പോൾ നമ്മളോട് വന്ന് പറഞ്ഞു. അവർക്ക് ക്യാമറയ്ക്ക് മുമ്പിൽ പറയുവാൻ വിഷമമുണ്ട്. അവരുടെ എല്ലാം ഈ വാർത്ത വന്നതിന് മുന്നേ തന്നെ അവരുടെ എല്ലാം പല ആളുകൾ വിളിച്ചു ചോദിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു വിഷമവും സങ്കടവും അവരും പങ്കുവച്ചിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട വീഴ്ച എന്ന് പറയുന്നത് ഇവിടുത്തെ സംഘാടകർക്കാണ്. ശംഖുമുഖം കേന്ദ്രീകരിച്ചൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആ ശംഖുമുഖത്തിൽ ഒരു പരിപാടിയുടെ സംഘാടനവുമായി ബന്ധപ്പെട്ട് വരുമ്പോഴെല്ലാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഭക്ഷ്യമേള അടക്കം സംഘടിപ്പിക്കുമ്പോൾ ആ ഭക്ഷ്യമേള സംഘടിപ്പിക്കുന്നതിന് കൃത്യമായ രീതിയിൽ പാചകപ്പുര ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ആ പാചകപ്പുര നിർമ്മിക്കാതെ ഈ ആറാട്ട് മണ്ഡപം തന്നെ പാചകപ്പുരയാക്കി മാറ്റിയതിന് പിന്നിൽ ഇവിടുത്തെ നഗരസഭയ്ക്കും അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടകർക്കും എല്ലാം വലിയ രീതിയിൽ ഉത്തരവാദിത്തമുണ്ട്. ഈ സ്റ്റേജിനോട് പിറക്ക്, അതായത് ഈ മേള നടക്കുന്ന ആ വേദിക്ക് പിറകിൽ അല്ലെങ്കിൽ സ്റ്റേജിന് പിറകിലായി ഇരുമ്പ് ഷീറ്റുകൾ കൊണ്ട് മറച്ചു വെച്ചതിന് ശേഷമാണ് ആ പാചകപ്പുര അവിടെ സജ്ജീകരിച്ചത്. ആ പാചകപ്പുര സജ്ജീകരിക്കുകയും ചെയ്തു. വലിയ തോതിൽ പ്രതിഷേധം ഇപ്പോൾ ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഇരുമ്പ് ഷീറ്റുകൾ കൊണ്ട് മറച്ചു വെച്ചത് കൊണ്ട് തന്നെ പുറമേ നിന്ന് വരുന്ന ആളുകൾക്കാർക്കും ഇതിലേക്ക് കയറി നോക്കുവാനോ അല്ലെങ്കിൽ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയുവാനോ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ 3 ദിവസവും ഇത്തരത്തിൽ ഈ മണ്ഡപത്തിൽ മത്സ്യമാംസാദികൾ വെച്ച് പാചകം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷമാണ് ഈ BJP-യുടെ അടക്കം പ്രവർത്തകർ ഇത്തരം സംഭവങ്ങൾ അറിയുന്നത്. അതിനുശേഷമാണ് അവർ പ്രതിഷേധവുമായി പോലീസിനെ അറിയിക്കുന്നത്. ആ പോലീസിനെ അറിയിച്ചതിന് ശേഷമാണ് പോലീസ് പോലും എത്തി ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്ന കാര്യം പറയുന്നത്. നമുക്കറിയാം, ഈ പോലീസിന് പോലും അറിയാത്ത കാര്യമല്ല ഈ സ്ഥലത്തെ പറ്റിയുള്ള ഒരു ചരിത്രം. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ പോലീസിന്റെ സാന്നിധ്യമുണ്ട്. കാരണം വൈകുന്നേരങ്ങളിലാകുമ്പോൾ ആളുകൾ ഒരുപാട് പേർ കൂടുന്നൊരു സാഹചര്യമാണ്, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തുന്നതാണ്. എന്നിരിക്കെ ആളുകൾ എത്തുമ്പോൾ അവർക്ക് സുരക്ഷ ഒരുക്കുന്നതിനും മറ്റുമായി പോലീസ് ഇവിടെ ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ദൃഷ്ടിയിൽ പെട്ടിട്ടില്ല എന്ന് പറയുന്നതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പോലീസും ഇത് അറിഞ്ഞിരിക്കണം. കാരണം അല്ലെങ്കിൽ ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അല്ലാതെയൊക്കെ ഇവിടേക്ക് എത്തുമ്പോൾ എത്തുന്ന സമയത്ത് അവർക്കും കണ്ടിരിക്കണം. എന്നാൽ അവരും കണ്ടിട്ടും പറഞ്ഞില്ല എന്ന് വേണം ചിലപ്പോൾ പറയേണ്ടി വരും. എന്തായാലും വലിയ തോതിൽ ഇപ്പോൾ പ്രതിഷേധമുയരുന്നു. പല ഹിന്ദു ഐക്യവേദിയുടെ അടക്കമുള്ള അല്ലെങ്കിൽ BJP-യുടെ ആയാലും ശരി, മറ്റ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പലരും ഇപ്പോൾ ഇവിടേക്ക് എത്തി പ്രതിഷേധം അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഈ വിഷയം വന്നതിന് ശേഷവും ഇതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളിനോട് നമ്മൾ സംസാരിച്ചിട്ടും സംസാരിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അദ്ദേഹവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. വലിയ രീതിയിൽ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പ്രാദേശിക പ്രവർത്തകർ അദ്ദേഹവുമായി ബന്ധപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത് അങ്ങനെ സംഭവിച്ചാൽ എന്താണ് തെറ്റ്, അല്ലെങ്കിൽ ഇത്തരം സാധനങ്ങൾ ഇവിടെ വെക്കുന്നത് കൊണ്ട് എന്ത് തെറ്റ് എന്ന് ചോദിച്ചു എന്ന് പറയുന്നു. അവർ പരാതിപ്പെടുന്നുണ്ട്. ഈ BJP-യുടെ ഒരു പ്രവർത്തകൻ കൊണ്ടുണ്ട്. അദ്ദേഹമാണ് ഇപ്പോൾ പറഞ്ഞത് ഇത്തരത്തിൽ ഇതിൻ്റെ ഈ ശുചിത്വ മിഷനുമായി ബന്ധപ്പെട്ട ഒരാളാണ് ഇതിൻ്റെ സംഘാടന ചുമതലയുള്ളതാണ് പറയുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഇത്തരം സംഭവം ഉണ്ടായെന്നും പറയുന്നത്. എന്തായാലും വലിയ രീതിയിൽ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്യുന്നു. വലിയ സർക്കാരിൻ്റെ ഭാഗത്ത് നടക്കം വലിയ രീതിയിൽ ഇതിൽ ഒരു ഗുരുതര വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ആ വീഴ്ച ആണ് ഇത്തരം പരിപാവനമായി ഭക്തർ കാണുന്ന ഈ ആറാട്ട് മണ്ഡപത്തെ പാചകപ്പുരയാക്കി മാറ്റുവാനുള്ള സാഹചര്യം ഉണ്ടായതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതിൽ ശക്തമായ പ്രതിഷേധവുമുണ്ട്. ഹിന്ദു ഐക്യവേദിയുടെയും BJP-യുടെയും അടക്കമുള്ള പ്രവർത്തകർ, നേതാക്കളെല്ലാം പ്രതിഷേധം അറിയിക്കുന്നുമുണ്ട്. സർക്കാരിൻ്റെ ഗുരുതര വീഴ്ചയാണ് ഇതിന് പിന്നിലെന്നാണ് അറിയാൻ കഴിയുന്നത്. 3 ദിവസമായി ഈ പരിപാടി ശംഖുമുഖം കടപ്പുറത്ത് നടക്കുന്നുണ്ട്. എന്നാൽ ഈ 3 ദിവസവും ഈ പ്രദേശത്ത് പാചകം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. മത്സ്യമാംസാദികളെല്ലാം ഇവിടെ വെച്ച് പാചകം ചെയ്യുന്നതിനപ്പുറം ഇവിടെ വെച്ചാണ് അതിൻ്റെ കഴുകി വൃത്തിയാക്കുന്നതും അതിൻ്റെ നിർമ്മാർജ്ജനം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തതെല്ലാം ഇവിടെ വെച്ചാണ്. അങ്ങനെ
ഉള്ളൊരു സ്ഥലത്ത് ഇത്തരമൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഈ പാചകപ്പുര നിർമ്മിക്കുന്നതിന് ആ നിർമ്മാണം നടത്തിയത് ഇവിടുത്തെ സംഘാടകരും മറ്റുള്ളവരും അറിഞ്ഞിട്ടാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇതുവരെ ആരും അതിൻ്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായൊരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഔദ്യോഗികമായൊരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ വിഗ്രഹങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവച്ചാണല്ലേ ഈ ആറാട്ട് നടത്തുകയും ഒക്കെ ചെയ്യുന്നത്? നമ്മളിവിടെ എല്ലാ വർഷവും എല്ലാ വർഷത്തിൽ, അതായത് ഇവിടെ 2 പ്രാവശ്യമാണ്. അപ്പം നമ്മൾ 2 പ്രാവശ്യം വളരെ പവിത്രമായി നോക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പരിപാടികൾ നടത്താറുണ്ട്. ഇത് കണക്ക് എല്ലാം കെട്ടിയൊക്കെയാണ് നടത്തുന്നത്. അപ്പം പക്ഷേ ഈ പ്രാവശ്യമാണ് ഈ കുടുംബശ്രീ മിഷൻ്റെ ഈ ഒരു പരിപാടി നടക്കുന്നത്. ഇതിൻ്റെ തന്നെ തൊട്ടപ്പുറത്ത് ബാത്റൂം വരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴാണ് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത്. അത് ബാത്റൂം ഇവിടെ നിന്നാണ് പത്മനാഭസ്വാമിയെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ആറാട്ടിനെ. അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ മേലോട്ടുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ചിരുന്നു. അവരാരും ഇതുവരെ പ്രതികരണത്തിനോ ഒന്നിനും തയ്യാറായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞില്ല, നമുക്ക് സാങ്ഷൻ കിട്ടി എന്നുള്ളൊരു വർത്തമാനം മാത്രമാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവരിപ്പം ഫോൺ എടുക്കുന്നില്ല, ഇങ്ങോട്ട് വരുന്നതുമില്ല. ഇതുവരെ നിലവിൽ ആരും ഇവിടെ വന്നിട്ടില്ല. ഇതിൻ്റെ സംഘാടന ചുമതല ഒരു ആളുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു. ഞാൻ ഒരു അഭിജിത്ത് എന്നാണ് ഇതിൻ്റെ കോർഡിനേറ്റർ കണ്ടാണ്. അദ്ദേഹത്തിനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇത് നമുക്ക് സാങ്ഷൻ കിട്ടിയതാണ്, സാങ്ഷൻ കിട്ടിയതുകൊണ്ടാണ് നമ്മളിവിടെ വെച്ച് നടത്തിയത് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു നിങ്ങൾ തിരുവനന്തപുരത്തുകാരനാണെന്ന് ചോദിച്ചു. പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾക്കറിയില്ലേ ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആറാട്ട് കടവാണെന്ന് പറഞ്ഞു. അതെനിക്ക് അദ്ദേഹം തിരിച്ചൊരു ഉത്തരം പറഞ്ഞില്ല. ഉടനെ എന്നെ മാറ്റിത്തരാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ വന്നിരിക്കുന്ന ആലപ്പുഴ മറ്റേ കണ്ണൂരൊക്കെ ഉള്ള അമ്മമാരാണ്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കിത് അറിഞ്ഞുകൂടാ, ഞങ്ങൾ ഉടനെ തന്നെ മാറ്റാം എന്ന് പറഞ്ഞു. അപ്പോഴത്തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആൾ വന്നു. അപ്പോൾ അവർ ഇന്നലെ ഒന്നും ഇത് കണ്ടില്ല, ഉടനെ മാറ്റാനുള്ള ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം ഇപ്പം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഇനിയും ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാനുള്ള ഏർപ്പാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം. ഇവിടുത്തെ ഒരു ഭക്തജനങ്ങൾ എന്നുള്ള നിലയിലും നമ്മൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭക്തൻ എന്നുള്ള നിലയിലും നമ്മുടെ ആവശ്യം ഇനി ഇത് കണക്കൊരു ആചാര ലംഘനം ഇവിടെ നടത്താൻ പാടില്ല. അതിന് എല്ലാ നടപടിയും ഉണ്ടാവണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇതിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചേട്ടൻ നേരത്തെ അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചിരുന്നു. ഈ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അതോടൊപ്പം തന്നെ ഈ പത്മനാഭപുരം കൊട്ടാരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇവിടേക്ക് നിൽക്കുന്ന ഒരു ആളാണ് അദ്ദേഹം. ചേട്ടൻ്റെ പേര് അരുൺ എന്നല്ലേ? അരുൺ പ്രകാശ് അല്ലേ? അതായത് ഈ നമുക്ക് ഈ പൊതുവേ ഈ തിരുവനന്തപുരംകാരല്ലാതെ മറ്റാർക്കും ഈ ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ മണ്ഡപത്തിൻ്റെ പ്രാധാന്യം അറിയില്ല. എന്താണ് ഈ 2 ഉത്സവ സമയത്ത് ഇവിടെ നടക്കുന്നത്? അൽപ്പശി ഉത്സവം പൈങ്കിനി ഉത്സവം ഇവിടെ നടക്കുന്നത് സാധാരണ. ആ സമയത്ത് ഇവിടെ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ വൃത്തിയാക്കി എന്ന് വെച്ചാൽ ഏതൊരു രീതിയിലും അശുദ്ധി ഇല്ലാതെ ചെയ്യുന്ന ഒരു സാധനമാണ്. അവിടെ ആരും ഇതിനകത്ത് നമ്മളൊരു വെള്ളമല്ല ഇതിനകത്ത് കയറുന്ന ഭക്ഷണം പോലും കഴിക്കാറില്ല. ഇതിനകത്ത് ആറാടിച്ച് കൊണ്ടുവരുന്ന വിഗ്രഹങ്ങൾ ഇവിടെ എങ്ങനെയാണ് അതിൻ്റെ? ആറാടിച്ച് ഭഗവാനെ ഇവിടെ നിന്ന് കടലിൽ കൊണ്ട് ആറാടിച്ച് ഇവിടെ കൊണ്ടുവരുത്തി ദീപാരാധന കഴിഞ്ഞാണ് തിരിച്ചു പോകുന്നത്. 3 വിഗ്രഹങ്ങളിലൂടെ കാണും. നരസിംഹമൂർത്തി, പത്മനാഭസ്വാമി, കൃഷ്ണനും 3 അടുത്തായിട്ടിരിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ഈ പാചകം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കൊരു നരസിംഹസ്വാമി, പത്മനാഭസ്വാമി, കൃഷ്ണസ്വാമി 3 പേരും. പത്മനാഭസ്വാമി ഇരിക്കുന്ന സ്ഥലം ഇവിടെ, നരസിംഹമ്മ അവിടെ, കൃഷ്ണൻ അവിടെ. നടുക്ക് പത്മനാഭസ്വാമിയും വലതുഭാഗത്തായി കൃഷ്ണനും നരസിംഹമൂർത്തി, ഇടത് കൃഷ്ണനും. അതെ, അങ്ങനെ ഇരിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ഈ കാരണം. പക്ഷേ ഇതിനൊരു നടപടി ഉണ്ടാവണം. എന്ത് കാരണത്തിൽ ഇത് എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരത്തുകാർക്ക് എല്ലാവർക്കും അറിയാം, ഈ ചെയ്തവർക്കും അറിയാം ഇവിടെ ഇതിങ്ങനെ പാടില്ല എന്ന്. പക്ഷെ എന്തുകൊണ്ട് ചെയ്തു എന്നുള്ള അറിയില്ല. ഇത് കെട്ടി അടച്ചു, വാഷ്റൂം പോലെ ഇതിനകത്ത് വെച്ചു, ടോയ്ലറ്റ് വരെ വെച്ചു. അതാണ് ഒരു വിഷമം. ഇനിയിപ്പോൾ അതൊക്കെ നമ്മൾ ഇനി വീണ്ടും ഒന്നിന്ന് ക്ലിയർ ചെയ്യണം. കാണുന്നില്ലേ, വാഷ്റൂം കണ്ടില്ലേ, ആയിരിക്കുന്നു. ഇപ്പോഴാണ് കാണുന്നത്. പൈങ്കിനി ഉത്സവം തുടങ്ങാൻ പോവുകയാണല്ലേ 1-ാം തീയതി? അതെ, തുടങ്ങാൻ പോവുകയാണ്. ഇനി ഒന്നിന് തന്ത്രി വന്ന് ശുചീകരണ പ്രവർത്തനം തുടങ്ങിയാൽ ഇവിടെ തുടങ്ങാൻ പറ്റുമല്ല. ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. ഇപ്പം ഇനി അവർക്ക് ഉടനെ വരുന്നുണ്ട്. എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് അവധിയാണ്, ഞായറാഴ്ചയുടെ അവധിയാണ്. അവരൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. എല്ലാവരും വരും. തമ്പുരാനും എന്തോ മീറ്റിംഗ് കണ്ടാവുണ്ട്, എല്ലാവരും വരും. ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ, അതിന് അനുമതി കൊടുക്കുമ്പോൾ ഈ മണ്ഡപത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കോട്ടം തട്ടാത്ത രീതിയിൽ അല്ലെങ്കിൽ അതിനെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് വേണം നടത്താനെന്ന് അറിയില്ലേ? ഇല്ല, ഇതിനകത്ത് ഏതൊരു പരിപാടി അനുവദിക്കാറില്ല. പക്ഷേ അതായത് ഇടയ്ക്കൊരു യാഗം നടത്തിയിരുന്നു, അതിന് അനുമതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ക്ഷേത്ര പരിപാടി ആയതുകൊണ്ട് വേറെ ഒരു പരിപാടിക്ക് ഇതിനകത്ത് മണ്ഡപത്തിനകത്ത് കൊടുക്കാറില്ല. ഇതിൻ്റെ അനുമതി ആരിൽ നിന്നാണ് വാങ്ങുന്നത്? ഇവിടെ ട്രസ്റ്റാണ് അനുവദിക്കുന്നത്. അല്ലാതെ ആൾക്കാർ വന്ന് ഇരുന്നിട്ട് പോയില്ല. ഇതിനകത്ത് വേറെ ഒരു പരിപാടി നടത്താറില്ല. ഈ മണ്ഡപത്തിൽ ഒരു പരിപാടി, മണ്ഡപത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് പ്രത്യേക അനുമതി വേണമല്ലേ? അത് ക്ഷേത്ര ട്രസ്റ്റ്, അത് ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾക്ക് മാത്രമല്ല, വേറെ ഒന്നിനും വെളിയിൽ നിന്ന് കൊടുക്കാറില്ല. ഇത് ചരിത്രത്തിൽ ആദ്യമായാണ് ഇവിടെ ചിക്കനും മട്ടനും മീനും വിളമ്പുന്നത്, ഇതിനകത്ത് വെച്ച് പാചകം ചെയ്യുന്നത്. അത് പോയിട്ട് വാഷ് ബേസിൻ എല്ലാം
കൈ കഴുകാനും ശുചിമുറിയിലും ആദ്യമായിട്ട് നമ്മളെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത്. അത് ഇത് എങ്ങനെ ഒരു വിഷമം പറഞ്ഞു തീർക്കും നമുക്ക് തന്നെ അറിയത്തില്ല, അത്രയ്ക്കൊരു വിഷമമായി. തിരുവനന്തപുരത്ത് ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ സംഘാടനത്തിന്റെ ചുമതല മൊത്തം തിരുവനന്തപുരത്തുള്ളവർക്കായിരിക്കും. സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാവർക്കും, സർക്കാരിന്റെ പ്രതിനിധികളെല്ലാവരും ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഭക്ഷ്യമേളയാണ് സംഘടിപ്പിച്ചത്. ഈ ഭക്ഷ്യമേള സംഘടിപ്പിക്കുമ്പോൾ അതിനൊരു പാചകപ്പുര വേണമെന്ന് അവരെ അറിയാത്തവരല്ല. അതെ, തീർച്ചയായിട്ടും അവർക്കറിയാം. ഇഷ്ടംപോലെ ഇത് ആദ്യമായിട്ട് നടത്തുന്ന ഭക്ഷ്യമേള അല്ല ഇവിടെ. കഴിഞ്ഞ വർഷവും എല്ലാ വെക്കേഷനിലും നടക്കുന്നത്, അത് അവിടെ അപ്പുറത്താണ് നടത്തുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഇവിടെ നടത്തുന്നത്. ഞങ്ങൾ വിളിച്ച് ചോദിച്ചും പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടുന്ന് അനുമതി കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇവിടെ വെച്ചിട്ട് ഈ മണ്ഡപത്തിൽ അനുമതി കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത്, ഈ മണ്ഡപത്തിൽ വെച്ച് ചെയ്യാൻ അനുമതി കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് അഭിജിത്ത് എന്ന് പറഞ്ഞ ആൾ പറഞ്ഞത്, കോർഡിനേറ്റർ പറഞ്ഞത്. ശരി, എന്തായാലും ചരിത്രത്തിൽ ആദ്യമായാണ് മാംസാഹാരങ്ങൾ അവിടെ പാകം ചെയ്ത് വിളമ്പുന്നത് എന്നാണ് അവിടെയുള്ള പ്രദേശവാസികളും മറ്റും പറയുന്നത്. മാത്രവുമല്ല, കുടുംബശ്രീ മിഷന്റെ പരിപാടിയുടെ ഭാഗമായാണ് മാംസാഹാരങ്ങൾ ഉൾപ്പെടെ അവിടെ പാകം ചെയ്തത്. നഗരസഭയുടെ അനുമതിയോട് കൂടിയാണ് അത്തരത്തിലൊരു സംഭവം കൂടി അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.